ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേഡറ്റ്സ് 2026 ഇന്ത്യൻ ആർമി റാലിയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. എല്ലാ ട്രേഡിൻ്റെയും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 10ാം ക്ലാസ് പാസ്സായ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. 8ാം ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം. +2 പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ട്രേഡാണ് 2026 ഇന്ത്യൻ ആർമി ഔട്ട് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് 2026 ഇന്ത്യൻ ആർമി റാലിയുടെ സെലക്ഷൻ പ്രോസസ്സാണ്. 2026 നിങ്ങളും ആർമി റാലിക്ക് തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം. പരമാവധി ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഓരോ സെലക്ഷൻ പ്രോസസ്സും വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം അതിനനുസരിച്ച് വേണം നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എങ്കിൽ ആദ്യത്തെ ചാൻസിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം യൂണിഫോം നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നുണ്ട് വരെ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേഡറ്റ്സ്, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാ കുട്ടികളും തീർച്ചയായിട്ടും ആ ഒരു നോട്ടിഫിക്കേഷൻ വീഡിയോ കണ്ടിരിക്കണം. കാരണം ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നോക്കൂ കുട്ടികളെ, 2026 സെലക്ഷൻ പ്രോസസ്സാണ് നിങ്ങളിവിടെ കാണുന്നത്. സ്റ്റാർട്ടിങ്ങിൽ രജിസ്ട്രേഷൻ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ നിങ്ങളുടെ ഫോം ഫില്ല് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നേരത്തെ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. യൂസർ ഐഡിയും പാസ്വേഡും ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് വരുന്ന ട്രേഡ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഇന്ത്യൻ ആർമി റാലിക്ക് തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് എങ്കിൽ രജിസ്ട്രേഷൻ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിരിക്കണം. രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യണം എന്നതിന് ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ കയറി കാണുക. ഇതേ ചാനൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഫോം ഫില്ലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ കേഡറ്റിനും 2 ട്രേഡിലേക്ക് ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. എല്ലാവരും മസ്റ്റ് 2 ട്രേഡിലേക്ക് ഫോം ഫില്ല് ചെയ്തിരിക്കണം. അപ്പോൾ സ്റ്റാർട്ടിംഗ് ആണ് രജിസ്ട്രേഷൻ. അതിനുശേഷം എക്സാം ആണ്. അതിനുശേഷം റിസൾട്ട് വരുന്നതായിരിക്കും. പിന്നെ PFT + PMT, മെഡിക്കൽ, ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്, ഡിസ്പാച്ച്, ഈ എല്ലാ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങളും നോക്കാം. ഫസ്റ്റ് നോക്കൂ കുട്ടികളെ, രജിസ്ട്രേഷൻ. എന്താണ് രജിസ്ട്രേഷൻ? കുട്ടികളെ ഫോം ഫില്ലിംഗ് ആൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഫെബ്രുവരി 13 ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 1 ഏപ്രിലാണ്. ഈ ഒരു ഡേറ്റിന് മുന്നേ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഫോം ഫില്ല് ചെയ്തിരിക്കണം. വീഡിയോ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണുക, എന്നിട്ട് നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുക. ക്ലിയർ? കുട്ടികളെ, എക്സാം ഡേറ്റ് നിങ്ങളിവിടെ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. എക്സാം ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജൂൺ 1st വീക്കാണ് എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത്. ഇനിയും നിങ്ങളുടെ കയ്യിൽ അറൗണ്ട്ലി 90 to 95 ഡേയ്സ് ഉണ്ട്. അതനുസരിച്ചുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മനസ്സിലായി. ഇനി അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഏജ് ലിമിറ്റ്. ഈ തവണ 1 വർഷം ഏജ് റിലാക്സേഷൻ ലഭിച്ചിട്ടുണ്ട്. കുട്ടികളുടെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1 ജൂലൈ 2005 1 ജൂലൈ 2009 ഈ ഡേറ്റിനും ഈ വർഷത്തിനും ഇടയിൽ ജനിച്ച കേഡറ്റിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാ കേഡറ്റിനും തീർച്ചയായിട്ടും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ചെക്ക് ചെയ്തിരിക്കണം. എന്നിട്ട് നിങ്ങൾ ഫോം ഫില്ല് ചെയ്യാനായിട്ട് പോകാവുള്ളൂ. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് കോമൺ എൻട്രൻസ് എക്സാം. സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുന്നു. ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ടൈം ലഭിക്കുന്നു. അറൗണ്ട്ലി 90 to 95 ഡേയ്സ് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകുന്നു. എക്സാം ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജൂൺ 1st വീക്കാണ്. അപ്പോൾ ആ ഒരു ഡേറ്റിൻ്റെ 10 to 15 ഡേയ്സ് മുന്നേ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരുന്നതായിരിക്കും എക്സാം എഴുതാനായിട്ട്. അപ്പോൾ നിങ്ങളെ നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്? കോമൺ എൻട്രൻസ് എക്സാം ആണ് വരുന്നത്. എന്താണ് കുട്ടികളെ? കോമൺ എൻട്രൻസ് എക്സാം ആണ് നിങ്ങളെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇത് ഓൺലൈൻ ത്രൂ ആണ് നിങ്ങൾ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. ഇതനുസരിച്ചിട്ടാണ് നിങ്ങളുടെ സെലക്ഷൻ ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ ഫിസിക്കൽ മാർക്കും അവിടെ ആഡ് ആവുന്നതായിരിക്കും ചില ട്രേഡിൻ്റെയൊക്കെ. അതുകൊണ്ട് ഫിസിക്കലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എക്സാമിൻ്റെ കാര്യം മനസ്സിലായി. എക്സാമിൻ്റെ കാര്യം പറഞ്ഞാൽ ചില കുട്ടികളെ 2 ട്രേഡിന് അപ്ലൈ ചെയ്യും. ചിലരാണെങ്കിൽ 4 ട്രേഡിന് അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് ആർമി GD ട്രേഡ്സ്മാൻ, WMP ഉണ്ട്, ടെക്നിക്കലുണ്ട്, ക്ലർക്കുണ്ട്, NA ഉണ്ട്. അതേപോലെ തന്നെ ആർമി നേഴ്സിംഗ് അസിസ്റ്റൻറ്റും ഉണ്ട്. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ വരുന്നതായിരിക്കും എക്സാം പാറ്റേൺ ആൻഡ് സിലബസ് വെച്ചിട്ട്. ഇപ്പോൾ നിങ്ങൾ ഇത്രയും പറഞ്ഞിരിക്കണം. കോമൺ എൻട്രൻസ് എക്സാമിന് നിങ്ങൾ നിങ്ങളുടെ ട്രേഡിനനുസരിച്ച് പഠിച്ച് മുന്നോട്ട് പോകണം കേട്ടോ. ടെക്നിക്കൽ ആണെന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ, NA ആണെന്നുണ്ടെങ്കിൽ NA, അതേപോലെ GD ആണെന്നുണ്ടെങ്കിൽ GD. ആ ട്രേഡിൻ്റെ സിലബസും അതനുസരിച്ചും പഠിച്ച് നിങ്ങൾ പോയിരിക്കണം മുന്നോട്ട്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളാണ് എല്ലാം അറിയേണ്ടത്. കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ എൻട്രൻസ് എക്സാമിൻ്റെ ബേസിക് പാറ്റേൺ കാര്യങ്ങളല്ല. ക്ലിയർ? കോമൺ എൻട്രൻസ് എക്സാമിന് കുട്ടികളെ നേറ്റീവ് മാർക്കിംഗ് ഉണ്ടോ ഇല്ലയോ, അത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. ഈ തവണ നേറ്റീവ് മാർക്കിംഗ് ഇല്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓരോ ക്വസ്റ്റിനും 2 മാർക്ക് വീതമാണ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ എക്സാമിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനിയാണ് PST. അങ്ങനെ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നു. എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വരുന്ന PST ആൻഡ് PFT ആണ്. ഫിസിക്കൽ ടെസ്റ്റാണ് അതിനുശേഷം വരുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് PST എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്. നിങ്ങളുടെ ഹൈറ്റൊക്കെ അവിടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഹൈറ്റ് പ്രോപ്പറായിട്ട് ഇല്ല
എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെയും അൺഫിറ്റ് ആവുന്നതായിരിക്കും. നോക്കൂ കുട്ടികളെ, ഓരോ ട്രേഡിൻ്റെയും ഹൈറ്റ്, നിങ്ങൾ GD എന്നൊരു ട്രേഡിന് തയ്യാറെടുക്കുന്ന കേഡറ്റ് ആണെങ്കിൽ 166 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. ടെക്നിക്കൽ ആണെന്നുണ്ടെങ്കിൽ 165 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. ട്രേഡ്സ്മാൻ 8th ആൻഡ് 10th അപ്ലൈ ചെയ്തൊരു കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ 166 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ ക്ലർക്ക് ആണെന്നുണ്ടെങ്കിൽ 162 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PST പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കണം നിങ്ങളുടെ ട്രേഡിന് ആവശ്യമായിട്ടുള്ള ഹൈറ്റ് എത്രയാണെന്ന്. ക്ലിയർ? അപ്പോൾ PST മനസ്സിലായി. നെക്സ്റ്റ് ആണ് PFT നോക്കൂ കുട്ടികളെ, ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആണ്. മുൻ വർഷങ്ങളിലെ കാര്യം പറയുകയാണെങ്കിൽ 2023-24 ആ ഒരു അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 5 minutes 45 സെക്കൻഡിനുള്ളിൽ ഓടിയെത്തിയാലേ പാസ്സാകത്തുള്ളായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം മുതൽ അങ്ങനെയല്ല, 6 minutes 15 സെക്കൻഡിനുള്ളിൽ വരെ ഓടിയെത്തിയാൽ നിങ്ങൾക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എത്ര ലേറ്റ് ആയിട്ടാണോ നിങ്ങൾ ഓടിയെത്തുന്നത് അതനുസരിച്ച് നിങ്ങളുടെ മാർക്കും കുറയുന്നതായിരിക്കും. നിങ്ങൾ എക്സലൻറ്റ് കോളത്തിൽ ഓടിയെത്തിയാൽ നിങ്ങൾക്ക് 60 മാർക്ക് ലഭിക്കും. പിന്നെ നിങ്ങൾ ഗ്രൂപ്പ് 2-ൽ ഓടിയെത്തിയാൽ നിങ്ങൾക്ക് 48 മാർക്ക്, ഗ്രൂപ്പ് 3 36, ഗ്രൂപ്പ് 4 ആണെന്നുണ്ടെങ്കിൽ 24. അപ്പോൾ പരമാവധി ട്രൈ ചെയ്യണം ഗ്രൂപ്പ് 1 and 2-ൽ ഓടിയെത്താനായിട്ട്. നെക്സ്റ്റ് ഫിസിക്കൽ ഇവൻ്റ് ആണ് ചിന്നപ്പ് അല്ലെങ്കിൽ പുള്ളപ്പ്. 10 അടിക്കുകയാണെന്നുണ്ടെങ്കിൽ 40 മാർക്സ്, 9 എടുത്താൽ 33, 8 എടുത്താൽ 27, 7 എടുത്താൽ 21, 6 എടുത്താൽ 16. പിന്നെ 9 ഫീറ്റ് ഡിച്ച് ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി. 6 എഗ് ബാലൻസിംഗ് ബീം ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി. ഇവിടെ 100 മാർക്സ് എന്ന രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 100 മാർക്കിൻ്റെ അപ്ഡേഷൻ ഓൺലി 3 ട്രേഡിന് മാത്രമാണുള്ളത്. ആർമി, GD, ട്രേഡ്സ്മാൻ, WMP. ഈ ട്രേഡിന് മാത്രമേ ഫിസിക്കലിൽ മാർക്കുള്ളൂ. ബാക്കി ട്രേഡിനൊന്നും ഫിസിക്കലിൽ മാർക്കില്ല. ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. റണ്ണിംഗ് ആണെന്നുണ്ടെങ്കിൽ 6 minutes 15 സെക്കൻഡിനുള്ളിൽ ഓടിയെത്തിയാൽ മതി. ചിന്നപ്പാണെന്നുണ്ടെങ്കിൽ 6 എടുത്താലും മതി. പിന്നെ ബാക്കി 2 ഇവന് ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി. ക്ലിയർ ആയല്ലോ? അപ്പോൾ നിങ്ങൾക്ക് PFT മനസ്സിലായിട്ടുണ്ട്. PFTയും PSTയും കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേജ് വരുന്ന കുട്ടികളെ മെഡിക്കലാണ്. മെഡിക്കൽ ടെസ്റ്റാണ്. മെഡിക്കൽ ടെസ്റ്റിനെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ വീഡിയോ ആഗ്രഹിക്കുന്ന കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ മെഡിക്കലാണ്. മെഡിക്കൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്ന കുട്ടികളെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റാണ്. ആ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനിങ്ങിനായിട്ട് പോകാവുന്നതാണ്. ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി. കാരണം നമ്മുടെ കേരളത്തിലെ ഒരു കുട്ടിക്കും ഒരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല. ഒരു ആർമിക്ക് തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ സ്പെഷ്യലി എല്ലാ ഡൗട്ടും നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ കുട്ടികളെ, അപ്പോൾ കുട്ടികളെ 2026 അന ഡിഫൻസ് അക്കാഡമി കമാൻഡോ ബാച്ച് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളും ഈ ഒരു ബാച്ചിൽ ലോഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ സ്പെഷ്യൽ ഫാക്കൽറ്റീസിനെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. എല്ലാ ട്രേഡിൻ്റെയും പ്രോപ്പർ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ട്രേഡ്സ്മാൻ്റെയും ടെക്നിക്കലിൻ്റെയും GDയുടേതും നേഴ്സിംഗ് അസിസ്റ്റന്റ്, ക്ലർക്ക് എല്ലാത്തിൻ്റെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ട്രേഡ് വൈസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ക്ലാസ്സുകൾ ലഭിക്കാൻ പോകുന്നത്. ആർമി, GD, ട്രേഡ്സ്മാൻ, ഓഫീസ് അസിസ്റ്റന്റ്, ടെക്നിക്കൽ, നേഴ്സിംഗ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ WMPയുടെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ലൈവ് അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് കാണാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡഡ് ആയിട്ട് കാണാം. പരമാവധി ലൈവ് ക്ലാസ്സിൽ കയറാൻ നോക്കണം. പിന്നെ ഡിജിറ്റൽ സ്റ്റഡി മെറ്റീരിയൽ, ഡെയിലി പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്സുകൾ, വീക്കിലി എക്സാംസ്, മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മോക്ക് ടെസ്റ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നോക്കൂ കുട്ടികളെ, ആർമി GDയുടെ 50 മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കും. NAയുടെ 50 മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കും. ട്രേഡ്സ്മാൻ 50, WMP 50, ടെക് 20, ക്ലർക്ക് 20 എല്ലാത്തിനും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഫൈനലി കുട്ടികളെ, നിങ്ങൾ എല്ലാവരും നമ്മുടെ വാട്സപ്പ് ചാനൽ ഒന്ന് ജോയിൻ ചെയ്യണം. നമ്മുടെ അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സപ്പ് ചാനലാണ്. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. കറക്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങൾക്ക് അറിയാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു പ്ലാറ്റ്ഫോം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്ന നമ്പർ കൂടി ഞാൻ ഷെയർ ചെയ്യാം. കാരണം കുട്ടികൾക്ക് ഒത്തിരി ഡൗട്ട് ഉണ്ട്. 10th ക്ലാസ് അല്ലെങ്കിൽ +2 പാസ്സായ കുട്ടികൾ എല്ലാവരും എന്താണ് ഈ തവണ തയ്യാറെടുക്കുന്നുണ്ട്. ഏജ് റിലാക്സേഷൻ ലഭിച്ചിട്ടുണ്ട്. ഒത്തിരി കുട്ടികൾക്ക് ചാൻസ് ലഭിച്ചിട്ടുണ്ട്. 1 lakh+ വേക്കൻസിയാണ് വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഡൗട്ട് കാണും. ഒട്ടും മടിക്കേണ്ട. ഈ നമ്പർ സേവ് ചെയ്യുക. ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.